ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റിഡംഷൻ, ഡിബഞ്ചർ റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട്, അതുപോലെ തന്നെ റിഡംഷൻ ബൈ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്, ഇത്രയും ആണ് പറഞ്ഞിരുന്നത്. അതിൽ റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്, നമ്മൾ റിഡംഷനിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഡിബഞ്ചറിൻ്റെ വാല്യൂ കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് അങ്ങ് വാങ്ങുക. അതാണ് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിന് മുന്നേ, ഇഫ് ദ കമ്പനീസ് ആർട്ടിക്കിൾ ഓതറൈസ്ഡ് ടു ബൈ its own debentures, the company can purchase its own debentures from the open market. കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ഇങ്ങനെയൊരു ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കാര്യം ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എന്തായിട്ടും എന്ത് ചെയ്യാം, അങ്ങനെയൊരു സിറ്റുവേഷൻ സർക്കംസ്റ്റാൻസസ് വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് അവരുടെ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ റിഡംഷൻ കണ്ടക്ട് ചെയ്യാം. അതായത് ഒരു കമ്പനി ക്യാൻ പർച്ചേസ് ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ആൻ ഓപ്പൺ മാർക്കറ്റ് ആഫ്റ്റർ കൺസിഡറിങ് ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്കംസ്റ്റാൻസസ് പറഞ്ഞതാണ്, എന്നാലും ഞാനൊന്നുകൂടി പറയാം. അതായത് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഈസ് ഹയർ ദാൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഡിബഞ്ചറിന് നമ്മൾ ഒരുപാട് എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹ്യൂജ് ബേർഡൻ ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉള്ള ഫണ്ട് കൊടുത്തിട്ട് നമ്മളുടെ ഓൺ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അങ്ങ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, പിന്നെ സെക്കൻഡ് സിറ്റുവേഷൻ പറയുന്നത് വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫോൾസ് ബിലോ ദ ഫേസ് വാല്യൂ ഓഫ് റിഡംഷൻ പ്രൈസ്. നമ്മളുടെ റിഡംഷൻ പ്രൈസിനേക്കാൾ അല്ലെങ്കിൽ നമ്മളുടെ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ താഴെ മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിബഞ്ചർ വേഗം എന്ത് ചെയ്യുക, പ്രൈസിന് താഴെയാണ്, അപ്പോൾ അത് ആ മാർക്കറ്റ് വാല്യൂ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിബഞ്ചർ തിരിച്ചങ്ങ് വാങ്ങിക്കാം. ഓക്കെ, പിന്നെ പറയുന്ന ഒരു മൂന്നാമത്തെ സിറ്റുവേഷൻ, വെൻ സഫിഷ്യൻറ്റ് എമൗണ്ട് ഈസ് അവൈലബിൾ ഇൻ സർപ്ലസ് ഫണ്ട്. ഇൻ കേസ് നമ്മളുടെ ബിസിനസ്സിൽ സഫിഷ്യൻറ്റ് ഫണ്ട് ഉണ്ട്, അതായത് പ്രോഫിറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത്ര ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, പിന്നെ എന്താണ്, കുറച്ചങ്ങോട്ട് പോയ സമയത്ത് നല്ല പ്രോഫിറ്റാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ സർപ്ലസ് കൂടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വെറുതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ പിന്നെ സർപ്ലസ് ഉണ്ടായിട്ട് പിന്നെ ഒരു കടം, ഇങ്ങനെ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലോൺ തന്നെയാണ് അല്ലേ. അപ്പോൾ അതങ്ങനെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്ത് ആ സർപ്ലസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പിന്നെ എമൗണ്ട് എപ്പോഴാണോ അത് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഓപ്പൺ മാർക്കറ്റ് നമ്മളുടെ ഡിബഞ്ചർ അങ്ങ് പർച്ചേസ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് 3 സിറ്റുവേഷൻ പറയുന്നത്. പിന്നെ ഇത് മെയിനായിട്ട് ഇങ്ങനെയൊരു സിറ്റുവേഷൻ, അതായത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മളുടെ ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ലോൺ ബേർഡൻ കുറയ്ക്കുക, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ബേർഡൻ കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻ കേസ് ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും ഇഷ്യൂ ചെയ്യുന്നത് പാറിനാണ്, ചിലപ്പം പ്രീമിയത്തിനായിരിക്കും തിരിച്ചു കൊടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ പ്രീമിയം അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടിയാണ് ഇങ്ങനെ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നമ്മുടെ ഇഷ്ടപ്രകാരം അതായത് ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പർപ്പസാണ് ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നതിൽ പറയുന്നത്. അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഫസ്റ്റ് പറയുന്നത് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ഇമ്മീഡിയറ്റ് cancellation and second one is for എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഒന്നുകിൽ അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. സെക്കൻഡ്, നമുക്കത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിക്കാം. ഇങ്ങനെ 2 സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നമ്മൾ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഓപ്പൺ മാർക്കറ്റ് നമ്മുടെ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്ന സിറ്റുവേഷൻ പറയാം. നോക്കാം. പർച്ചേസ് ഓഫ് ഡിബഞ്ചർ ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാം. എ കമ്പനി ക്യാൻ റെഡ്യൂസ് ലയബിലിറ്റി ത്രൂ ദ പർച്ചേസ് ഓഫ് എ ഡിബഞ്ചർ ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അത് ക്യാൻസൽ ചെയ്യുക, അങ്ങനെ ഒരു ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരു ലയബിലിറ്റിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. ലോണാണ് അല്ലേ, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ ആധാരമൊക്കെ വെച്ചിട്ടാണ് ലോൺ എടുത്തതെങ്കിൽ നമ്മുടെ ക്യാഷ് കൊടുത്തിട്ട് ആ ആധാരം കയ്യിലേക്ക് വാങ്ങിക്കുക. അപ്പോൾ നമ്മളുടെ ഒരു ബാധ്യതയല്ലേ അവിടെ തീരുന്നത്.
അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ആധാരം സൂക്ഷിച്ച് വയ്ക്കും. ഇവിടെ നമ്മൾ ആ ഡിബഞ്ചർ എന്താണ് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസിങ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് അറ്റ് ലോവർ ദാൻ ദ ഫേസ് വാല്യൂ. നമ്മുടെ ഫേസ് വാല്യൂവിൻ്റെ താഴെയായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിബഞ്ചർ നമുക്ക് അങ്ങനെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിനകത്തിൽ നമുക്കൊരു ഗുണം എന്ന് പറയുന്നത് നമ്മളിപ്പം പ്രീമിയത്തിനാണ് ഇഷ്യൂ, അതായത് റെഡീം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, പ്രീമിയത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇഷ്യൂ ടൈമിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രീമിയത്തിനാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു പ്രീമിയം ഓൺ റിഡംഷൻ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് അത് നമ്മൾക്ക് ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ദാറ്റ് പ്രീമിയം റിഡംഷൻ പ്രീമിയം ഈസ് സേവ്ഡ്. നമുക്കത് സേവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഗെയിൻ ടു ദ കമ്പനി. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ഒരു ഗെയിനാണ്. അത് നമ്മൾ പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് ജേർണൽ എൻട്രി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് പാറിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോമിനൽ വാല്യൂവിന് നമ്മൾ നമ്മുടെ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒന്ന് നോക്കാം. അത് നമ്മൾ പിന്നെ തീരുമാനിച്ചത് റെഡീം ചെയ്യാൻ പാറിന്, അതേപോലെ തന്നെ പ്രീമിയത്തിന് റെഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേസിലുള്ള ജേർണൽ എൻട്രീസാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് റെഡീമബിൾ അറ്റ് പാർ. അതായത് നമ്മൾ വെൻ ഡിബഞ്ചേഴ്സ് റെഡീമബിൾ അറ്റ് പാർ ആൻഡ് ആർ പർച്ചേസ്ഡ് അറ്റ് പാർ ഓർ അറ്റ് നോമിനൽ വാല്യൂ. നമ്മൾ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ പാറിലാണ് പർട്ടിക്കുലർ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്, റെഡീം ചെയ്യുന്നതും പാറിന് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കതിൽ നമ്മൾ റെഡീം ചെയ്യുന്നത് പാറിനാണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഒന്നും ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താ വരിക, ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ എമൗണ്ട് പോവും, ഡിബഞ്ചർ നമ്മുടെ ബിസിനസ്സിലേക്ക് വരും. ഓക്കെ, അതായതാണ് നമ്മൾ നോമിനൽ വാല്യൂ ആണ്, എത്രയാണോ ഫേസ് വാല്യൂ അതാണ് നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടിൽ കാണിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് റെഡീമബിൾ അറ്റ് പ്രീമിയം. ദാറ്റ് മീൻസ് വെൻ ഡിബഞ്ചേഴ്സ് റെഡീമബിൾ അറ്റ് പ്രീമിയം ആർ പർച്ചേസ്ഡ് അറ്റ് പാർ ഓർ നോമിനൽ വാല്യൂ. റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിനാണ് എന്ന് കണ്ടീഷനിൽ ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇത് എന്താണ്, ഇമ്മീഡിയറ്റ് ക്യാൻസൽ ചെയ്യാൻ പർച്ചേസ് ചെയ്യുകയാണ്. അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, പാറിന് നോമിനൽ വാല്യൂവിന് ആണ് എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി എങ്ങനെ വരും, ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. ദെൻ നമുക്ക് ഓൾറെഡി ഒരു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, നമുക്ക് ആ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യണ്ടേ, പ്രീമിയം ഓൺ റിഡംഷൻ. ആ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാനായിട്ട് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ടു ബാങ്ക് എത്രയാണോ നമ്മൾ എമൗണ്ട് കൊടുത്തിട്ടുള്ളത്, ഡിബഞ്ചറിന് എമൗണ്ട് നമ്മൾ വാങ്ങിക്കാനായിട്ട് കൊടുത്തിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യുക, ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ആ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രോഫിറ്റ് നമ്മൾ റിഡംഷൻ പ്രീമിയം ഓൺ റിഡംഷൻ ക്യാൻസൽ ചെയ്തു അല്ലേ, അതേപോലെ ആ സമയത്ത് നമുക്ക് എന്താണ് അവിടെ ഒരു പ്രോഫിറ്റ് ആയിട്ടാണ് ഈ പ്രീമിയം മാറിയിട്ടുള്ളത്. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ദാറ്റ് ഈസ് ദ പ്രീമിയം ഓൺ റിഡംഷൻ നമ്മൾ സേവ് ചെയ്യുന്ന എൻട്രിയാണത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ അതായത് റെഡീമബിൾ അറ്റ് പ്രീമിയം ആൻഡ് പർച്ചേസ്ഡ് അറ്റ് പാറാണ് ഈ ജേർണൽ എൻട്രി പറയുന്നത്. നെക്സ്റ്റ് നമ്മളിവിടെ ഒരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, ഈ പ്രോഫിറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിലേക്കാണ്, ക്യാപിറ്റൽ റിസർവിലേക്കാണ്. അതായത് റിഡംഷൻ, അത് നമ്മുടെ ഡിബഞ്ചർ ഷെയറും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുന്നത്. ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. ഓക്കെ, അതിൻ്റെ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആർ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, ദെൻ പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ നമ്മളുടെ അടുത്ത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ റിസർവിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തോളണമെന്നില്ല, സിങ്കിങ് ഫണ്ടിലേക്ക് എന്ത് ചെയ്താൽ മതി, ട്രാൻസ്ഫർ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജേർണൽ എൻട്രി വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 50,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ പാർ റെഡീമബിൾ അറ്റ് 20% പ്രീമിയം. എക്സ് ലിമിറ്റഡ് 50,000 ഡിബഞ്ചർ 100 രൂപ
പാറിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. റെഡീം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞത്, 20% പ്രീമിയത്തിന്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ആ 20% പ്രീമിയത്തിൻ്റെത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ ഓൾറെഡി. ഓക്കെ, ദെൻ ദ കമ്പനി പർച്ചേസ്ഡ് 5,000 ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ അറ്റ് ₹100 ഈച്ച്. ഓക്കെ, ജസ്റ്റ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ 50,000 ഡിബഞ്ചറിൽ 5,000 ഡിബഞ്ചർ ₹100 വെച്ചിട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, എക്സ് ലിമിറ്റഡ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ 5 ലക്ഷം വാല്യൂ വരുന്ന ഡിബഞ്ചർ എന്ത് ചെയ്യുകയാണ്, തിരിച്ച് പർച്ചേസ് ചെയ്യുകയാണ്. ഓക്കെ, ഇൻട്രസ്റ്റിൻ്റെ കാര്യം നോക്കണമെങ്കിൽ നമുക്കതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ വരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ റെഡീം ചെയ്യുന്നത് എത്രയാണ്, 5 ലക്ഷം ഡിബഞ്ചറാണ്. അതായത് 5,000 ഡിബഞ്ചർ ₹100 വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എത്രയാണോ റിഡീം ചെയ്യുന്നത് അതിൻ്റെ 15% നമുക്ക് ആ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്യാപിറ്റൽ, അതായത് ലംസം മെത്തേഡിലും അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലൊക്കെ നമ്മൾ പ്രോഫിറ്റിൽ നിന്നൊക്കെ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്, സെയിം അക്കൗണ്ടാണ് പറയുന്നത്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ അതെത്രയാണ്, റെഡീം ചെയ്യുന്നത് 5,000 ഡിബഞ്ചർ ₹100 വെച്ചിട്ടാണ്. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ മുകളിൽ 15%, ദാറ്റ് ഈസ് 75,000 ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. നമ്മൾ ഒരു 50,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു ₹100 നിരക്കിൽ, അത് റെഡീം ചെയ്യുന്നതും പറയുന്നുണ്ട്. അപ്പം നമ്മൾ അതിന് ആദ്യമേ എന്ത് ചെയ്യണം, നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചറിൻ്റെ, അതായത് നമുക്ക് എത്രയാണോ റെഡീം ചെയ്യാനുള്ളത് അത് മുഴുവൻ നമുക്കൊരു കാലത്ത് തിരിച്ചു കൊടുക്കാനുള്ളതാണ് അല്ലേ. അപ്പം മൊത്തം നമ്മളുടെ ഡിബഞ്ചറിൻ്റെ ശരിക്കും മൊത്തം ആ ഡിബഞ്ചർ എത്ര ഉണ്ട്, 50,000 ഡിബഞ്ചർ ₹100 വെച്ചിട്ടെന്ന് പറയുമ്പം അവിടെ എത്രയാണ്, 50 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ അവിടെ ഉണ്ട്. ഈ 50 ലക്ഷത്തിൻ്റെ മുകളിൽ നമ്മൾ 25% ഏത് അക്കൗണ്ടിലേക്ക് മാറ്റണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക്, DRR അക്കൗണ്ടിലേക്ക്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതെവിടെ കാണിക്കണം നമ്മൾ, അതിവിടെയും നമ്മൾ ആ എമൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്ങനെ വരിക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നാണ് നമ്മൾ DRR അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്, 50 ലക്ഷത്തിൻ്റെ 25%, 12,50,000 ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. Transfer profit or surplus equal to the 25% of the face value redeemable debentures to DRR, that is 50 lakh into 25%. ഓക്കെ, ഇനി നമുക്ക് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ നമ്മൾ പർച്ചേസിങ് എൻട്രി കൊടുക്കാം. നോക്കുക, അപ്പോൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റിന് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, 5,000 ഡിബഞ്ചർ ₹100 വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി എന്തായിരുന്നു പറഞ്ഞത്, ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ പ്രീമിയത്തിനാണ് റെഡീം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പാറിനാണ്. അപ്പോൾ നോക്കാം, ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്, 5 ലക്ഷം, അതായത് 5,000 ഡിബഞ്ചർ ₹100 വെച്ചിട്ട് 5 ലക്ഷം ഡിബഞ്ചറാണ് എന്ത് ചെയ്യുന്നത്, റെഡീം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, പ്രീമിയം എത്ര വരും, അവിടെ 20% പറയുന്നത്. 20% എന്ന് പറയുമ്പം 5,000-ൻ്റെ 20 നോക്കിയാൽ മതി. 5,000 ഡിബഞ്ചർ അല്ലേ റെഡീം ചെയ്യുന്നത്, ആ 5,000-ൻ്റെ മുകളിൽ ₹20 വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാവും, പ്രീമിയം നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതാണ്. എത്രയാണ്, 1 ലക്ഷം. പക്ഷേ അത് നമുക്ക് എന്താണ്, ഒരു പ്രോഫിറ്റ് കൂടിയാണ്. അതാണ് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചർ. നമ്മൾ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിനെന്ന് പറഞ്ഞ് പാറിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ₹100 തന്നെയാണ് എന്ത് ചെയ്യുന്നത്, 5,000 ഡിബഞ്ചർ തിരിച്ച് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ എന്താണ്, പ്രോഫിറ്റാണ് 1 ലാക്ക്. നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ എത്രയേ നമ്മൾ കൊടുക്കുകയുള്ളൂ, 5,000 കൊടുക്കുകയുള്ളൂ ടു ബാങ്ക് അക്കൗണ്ട്, 5 ലക്ഷമേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 5 ലക്ഷം കാണിച്ചിട്ടുള്ളത്. ദെൻ പ്രോഫിറ്റ് എത്രയാണ്, 1 ലാക്ക്, 1 ലക്ഷം. ഓക്കെ, പർച്ചേസ് ഓഫ് 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് അറ്റ് ₹100 ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. നമുക്ക് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, 5,000 ഡിബഞ്ചർ നോമിനൽ വാല്യൂവിന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ക്യാൻസലേഷന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നത്.
ഓക്കെ, ശരിക്കും അത് 20% പ്രീമിയത്തിൽ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രീമിയം നമ്മളിവിടെ സേവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. നമ്മളൊരു പ്രോഫിറ്റ് പറഞ്ഞില്ലേ, അത് അവിടെ ഈ 1,00,000 ഇതിനെ നമ്മൾ എന്തിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക്. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 1 lakh. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. അതുപോലെ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലേ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് നമ്മൾ 5,000 ഡിബഞ്ചറിൻ്റെ മുകളിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതായിട്ട് കാണിക്കുന്നില്ലേ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, എൻകാഷ് ചെയ്യുന്ന ജേർണൽ എൻട്രിയും കൊടുക്കാം കേട്ടോ. അതായത് തിരിച്ച് വാങ്ങിക്കുന്ന ഡിബഞ്ചർ പിന്നെ അതായത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു എൻട്രി വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അത് നമ്മളിതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് റിഡംഷൻ അതായത് ക്യാൻസലേഷൻ്റെ എൻട്രി മാത്രമേ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇത് ശരിക്കും വരുമ്പോൾ എന്താണ് ഇതിൻ്റെ ഈ ഒരു എൻട്രി, ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതാണ്, തിരിച്ച് എൻകാഷ് ചെയ്യണം. ഓക്കെ, എൻകാഷ് ചെയ്യുന്ന സമയത്ത് എന്താണ്, എൻകാഷ് ചെയ്യുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് വരും കേട്ടോ, അത് തിരിച്ചെടുക്കുന്ന എൻട്രി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ജേർണൽ എൻട്രി വരുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം.